നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അടിമാലി കുരിശുപാറ കല്ലാർവാലി കാർഡമം എസ്റ്റേറ്റിൽ സംഘർഷം. 3 തൊഴിലാളികൾക്ക് വടിവാളിന് വെട്ടേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരം. സംഘർഷത്തിൽ കലാശിച്ചത് മാനേജ്മെന്റുകൾ തമ്മിലുള്ള തർക്കം. അടിമാലിക്ക് സമീപം യുവാവിനെ കാറിൽ കയ്യും കഴുത്തും ബന്ധിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമം. പരിക്കേറ്റ കുഞ്ചിത്തണ്ണി ഉപ്പാർ മേപ്പുതുശ്ശേരി വീട്ടിൽ സുമേഷ് സോമനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുമേഷിനെ ആക്രമിച്ചത് ഒപ്പം താമസിച്ചിരുന്ന യുവതി നൽകിയ കൊട്ടേഷൻ ഏറ്റെടുത്ത സംഘം എന്ന തരത്തിൽ ചർച്ചകൾ സജീവം. തൊടുപുഴ നഗരസഭാ ടൗൺ ഹാളിൽ വനിതാ കമ്മീഷൻ ജില്ലാതല അദാലത്ത് നടന്നു. തൊഴിൽ സ്ഥലത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇന്റേണൽ കമ്മിറ്റി എല്ലാ സ്ഥാപനങ്ങളിലും രൂപീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി. രാജകുമാരിയും മുള്ളൻകണ്ട് മലനിരകളിൽ വ്യാപക കയ്യേറ്റം. റവന്യൂ ഭൂമി കയ്യേറി കോട്ടേജുകളും കെട്ടിടങ്ങളും നിർമ്മിച്ചു. സ്വിമ്മിംഗ് പൂളിനായുള്ള നിർമ്മാണവും പുരോഗമിക്കുന്നതായി കണ്ടെത്തൽ. വിശദമായ വാർത്തകളിലേക്ക്. അടിമാലി കുരിശുപാറ കല്ലാർവാലി കാർഡമം എസ്റ്റേറ്റിൽ സംഘർഷം. 3 തൊഴിലാളികൾക്ക് വടിവാളിന് വെട്ടേറ്റു. മാനേജ്മെന്റുകൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. എസ്റ്റേറ്റിലെ സ്ഥിരം തൊഴിലാളികളെ ലീസിനെടുത്ത മാനേജ്മെന്റ് 1.5 വർഷം മുമ്പ് പിരിച്ചുവിട്ടിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായി തൊഴിലാളികൾ ആനുകൂല്യങ്ങൾക്കായി കയറിയിറങ്ങുകയാണ്. ഗ്രാറ്റുവിറ്റി, ബോണസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ചോദിക്കുന്നതിനാണ് കൂട്ടമായി തൊഴിലാളികൾ എസ്റ്റേറ്റിലെത്തിയത്. ആന്ധ്ര സ്വദേശികളുടെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ട ആളുകളും തൊഴിലാളികൾക്ക് ഒപ്പമുണ്ടായിരുന്നു. എസ്റ്റേറ്റിനുള്ളിൽ കയറിയ തൊഴിലാളികളും കട്ടപ്പന സ്വദേശിയുടെ ജീവനക്കാരുമായി ഉണ്ടായ വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. നിരവധി തൊഴിലാളികൾക്കും ആന്ധ്ര സ്വദേശികളായ മാനേജ്മെന്റ് സംഘത്തിനും പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതായി നാട്ടുകാർ പറഞ്ഞു. കുറച്ച് ഇവരകത്തുനിന്ന് ഒരാൾ ഗ്യാസ് തുറന്നു വിട്ടു അല്ലേ, ഇവരുണ്ടാകും. അവർ റൂമിൽ ഗ്യാസ് തുറന്നു വിട്ടു. അപ്പോൾ ബാക്കിയുള്ള ആളുടെ പേടിച്ചൊക്കെ പോയി. ഒരു കുറച്ച് ചെറിയൊരു എന്തോ ഒരു ഉണ്ടോ സാധനം പുറത്തേക്ക് എറിഞ്ഞു. ഞങ്ങൾ സ്ഥലത്ത് വന്ന് സാധനം പൊട്ടി. അപ്പോൾ ഞങ്ങൾ കുറേ പേര് പേടിച്ച് ഓടിക്കുമ്പോഴത്തേക്കും രണ്ട് സൈഡിലെ ആൾക്കാരായിട്ട് പോയി. അപ്പോഴത്തേക്കും 15 പേര് അകത്ത് ഹെൽമെറ്റൊക്കെ വെച്ച് ഒരു ഈ ചെറിയ പിള്ളേർ സെറ്റാണ്. ഒരു 10-15 പേര് കാണും. ഇവർ വന്ന് അച്ചാരും പൊച്ചാരൊക്കെ വെട്ടണം. അങ്ങനെ വെട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുശാറ് നോക്കാൻ വേണ്ടി ആൾക്കാർക്ക് കാണിയിട്ട് പുള്ളി വെട്ടിയതാണ്. യഥാർത്ഥ ഓണറിൻ്റെ മാനേജർക്കാണ് വെട്ടിയിട്ടതാണ്. ഇത് വെട്ടിയത് ലീസിനെടുത്ത ആൾക്കാരാണ് വെട്ടിയത്. ഇപ്പോൾ അവസാനം ഞങ്ങൾ പോലീസ് അറിയിച്ചിട്ട് അവിടെ അതുവരെ മാനേജർ കിടക്കും. അതുവരെ ഇവർ കവറിൽ നിൽക്കുകയായി കൊണ്ടുള്ളത്. അപ്പോൾ ഇവർ ചെന്നപ്പനെ ഇവർ ഓടി. അപ്പോൾ ഈ സാറിനെ കൂടി ഞങ്ങൾ കാശിൽ കൊണ്ടുപോയി. പോലീസുകാർ കൊണ്ടുപോയി. ഇവർ വന്നപ്പനെ ഓടി. ഈ ചെന്നപ്പനെ കൊണ്ടുവന്ന് മഞ്ഞ നീല ഷർട്ടിട്ടായിരുന്നു. അതുവരെ അവർ കിടക്കുമായിരുന്നു. മറ്റുള്ളവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഘർഷമുണ്ടായ സമയത്ത് പോലീസ് സ്ഥലത്തുണ്ടായിരുന്നില്ല. പിന്നീട് അടിമാലി പോലീസ് എത്തി 2 പേരെ പിടികൂടി. കഴിഞ്ഞ 1.5 വർഷമായി 60ഓളം വരുന്ന തൊഴിലാളികൾക്ക് ജോലിയില്ലാത്ത സ്ഥിതിയുണ്ട്. ആന്ധ്രാപ്രദേശ് സ്വദേശികളായ എസ്റ്റേറ്റ് ഉടമസ്ഥരും എസ്റ്റേറ്റിൽ ലീസിനെടുത്ത കട്ടപ്പന സ്വദേശികളും തമ്മിലുള്ള കേസ് ഹൈക്കോടതിയിൽ തുടരുകയാണ്. അടിമാലിക്ക് സമീപം യുവാവിനെ കാറിൽ കയ്യും കഴുത്തും ബന്ധിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമം. പരിക്കേറ്റ കുഞ്ചിത്തണ്ണി ഉപ്പാർ മേപ്പുതുശ്ശേരി വീട്ടിൽ സുമേഷ് സോമനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒപ്പം താമസിച്ചിരുന്ന യുവതി നൽകിയ കൊട്ടേഷൻ ഏറ്റെടുത്ത സംഘമാണ് സുമേഷിനെ ആക്രമിച്ചതെന്ന തരത്തിൽ ചർച്ചകൾ സജീവമാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരും വഴി കഴിഞ്ഞ ദിവസം രാത്രി കല്ലാറകുട്ടിക്കും പനംകുട്ടിക്കും ഇടയിൽ അടിമാലിയിൽ നിന്നും 10 കിലോമീറ്ററോളം അകലെ വിജനമായ സ്ഥലത്ത് വെച്ചാണ് സുമേഷിന് നേരെ ആക്രമണമുണ്ടായത്. 5 അംഗ സംഘം കാർ തടഞ്ഞു നിർത്തിയ ശേഷം കൈകൾ സ്റ്റിയറിംഗിനോടും കഴുത്ത് ഹെഡ്റെസ്റ്റിനോടും ചേർന്ന് ബന്ധിപ്പിക്കുകയായിരുന്നു. തുടർന്ന് കയ്യിലും കഴുത്തിലും മുറിവേൽപ്പിച്ചെന്നും മൊബൈൽ തട്ടിയെടുത്തെന്നും സുമേഷ് പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി എറണാകുളത്ത് നിന്ന് വീട്ടിലോട്ട് പോയിരുന്നു. ആ സമയത്ത് വഴിയിൽ പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാർ കൂടിയിട്ട് നമ്മുടെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ഉപദ്രവിച്ചാണ്. ഫാമിലിപരമായ ചെറിയൊരു പ്രശ്നത്തിൻ്റെ ബാക്കിയായിരിക്കുമെന്ന് അങ്ങനെയാണ് തോന്നുന്നത്. ഒരു 3-4 ആളുണ്ടായിരുന്നു. ഒരാൾ തന്നെ എൻ്റെ അടുത്ത് വന്നത്. അവർ വന്നിട്ട് നമ്മുടെ മുഖം പൊത്തിങ്ങനെ അടിച്ച് ആ വശത്തിലടിക്കാൻ നമുക്ക് പോകാൻ പറഞ്ഞു പോയി. ആ സമയത്ത് അവരുടെ കൈ തട്ടി മാറ്റിയപ്പോൾ അവരുടെ കയ്യിലുണ്ടാകുന്ന എന്തോ ഒരു സാധനം കൊണ്ടിട്ടായി കഴുത്ത്. ശേഷം എഴുന്നേറ്റപ്പോൾ കയ്യിലും മുറിവുണ്ട്. നമ്മുടെ കൈയും കാലെല്ലാം സ്റ്റിയറിംഗിലോട്ട് കെട്ടി വെച്ചു. പുലർച്ചെ ഇതുവഴി എത്തിയ വാഹനത്തിലെ ഡ്രൈവറാണ് കാറിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ സുമേഷിനെ കണ്ടെത്തിയത്. തുടർന്ന് ഇയാൾ അടിമാലി പോലീസിൽ വിവരമറിയിച്ചു.
പിന്നീട് പോലീസ് സ്ഥലത്തെത്തി സുമേഷിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഡ്രൈവറായി ജോലി നോക്കി വരുന്ന സുമേഷ് വിവാഹമോചിതനാണ്. ഇൻഫോ പാർക്കിലെ ജീവനക്കാരിയും നാട്ടുകാരിയുമായ യുവതിയും സുമേഷും തമ്മിൽ ഏതാനും വർഷങ്ങളായി അടുപ്പത്തിലായിരുന്നു. 3 വർഷം ഇവർ ഒന്നിച്ചു താമസിച്ചു. പിന്നീട് മാനസികമായി ഇവർ അകന്നു. ഇതോടെ ഒരുമിച്ചുള്ള താമസവും മതിയാക്കി. പിന്നാലെ സുമേഷ് സാമൂഹിക മാധ്യമം വഴി അപമാനിച്ചുവെന്ന് കാണിച്ച യുവതി ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകി. താൻ താമസിക്കുന്നത് രാജാക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണെന്നും അതിനാൽ പരാതിയിലെ അന്വേഷണം ഇവിടേക്ക് മാറ്റണമെന്നും സുമേഷ് ആവശ്യപ്പെട്ടതായുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സുമേഷിന് പരിക്കേറ്റിട്ടുള്ളത്. ഒപ്പം താമസിച്ചിരുന്ന യുവതി നൽകിയ കൊട്ടേഷൻ ഏറ്റെടുത്ത സംഘമാണ് സുമേഷിനെ ആക്രമിച്ചതെന്ന തരത്തിൽ ചർച്ചകൾ സജീവമായിട്ടുണ്ട്. സംഭവത്തിൽ അടിമാലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തൊഴിൽ സ്ഥലത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇന്റേണൽ കമ്മിറ്റി എല്ലാ സ്ഥാപനങ്ങളിലും രൂപീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി തൊടുപുഴ നഗരസഭ ടൗൺ ഹാളിൽ നടത്തിയ ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം. ഇടുക്കിയിൽ കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളിൽ കൗൺസിലിംഗ് ലഭ്യമാക്കും. കൂടുതൽ കുടുംബ പ്രശ്നങ്ങളും കൗൺസിലിംഗിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നവയാണ്. സ്ത്രീകളെ ചേർത്ത് പിടിച്ച് അവർക്ക് ആത്മവിശ്വാസം പകരുന്നതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള 3 കേസുകൾ ജില്ലാതല അദാലത്തിൽ തീർപ്പാക്കിയെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു. തൊഴിൽ സ്ഥലത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇന്റേണൽ കമ്മിറ്റി എല്ലാ സ്ഥാപനങ്ങളിലും രൂപീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി പറഞ്ഞു. കൂടുതലും നമുക്ക് കൗൺസിൽ ചെയ്ത് ഒരു സൈക്കോളജിക്കൽ ആറ്റിറ്റ്യൂഡ് നമ്മളെടുത്താൽ മാറാനുള്ള പരിഹരിക്കാനുള്ള പ്രശ്നങ്ങളെ ഉള്ളൂ എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാറുള്ളത്. സാന്ത്വനം കൊടുക്കുക, സ്ത്രീകളെ ചേർത്ത് പിടിക്കുക, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക. ഇതിൽ കൂടെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിച്ചെടുക്കാം. അത് വളർന്നു വന്നാണ് ഈ കുടുംബ പ്രശ്നങ്ങളായി മാറുന്നത്. സ്വയം ഒരു സുരക്ഷിത ഇല്ലായ്മ തോന്നിക്കുകയാണ്. സ്ത്രീകൾക്ക് അവരെ വിശ്വസിക്കുന്നില്ല, അവരെ കരുതുന്നില്ല, അവരെ ഉപദ്രവിക്കുന്നു, ഇങ്ങനെയുള്ള ഭയം അവരുടെ ഉള്ളിൽ വരിക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഡയറക്റ്റ്ലി അക്യൂസേഷൻ അവർ മാനസിക രോഗികളാണെന്നുള്ള രീതിയിലേക്ക് അവരെ ചിന്തിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് ഈ കുടുംബ പ്രശ്നങ്ങളുടെ ചിലതിൻ്റെയൊക്കെ പശ്ചാത്തലം. അപ്പോൾ അതുകൊണ്ട് ആക്ച്വലി അവർക്ക് മാനസിക പ്രശ്നങ്ങളില്ല, അവർക്ക് പരിഹരിക്കാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞ് സാന്ത്വനപ്പെടുത്തി പോലീസിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും കൂട്ടായ സഹകരണത്തോടുകൂടെ 2-3 കേസുകൾ ഇന്ന് സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, സമാധാനപ്പെടുത്തി വിട്ടിട്ടുണ്ട്. വനിതാ കമ്മീഷൻ CI ജോസ് കുര്യൻ, കൗൺസിലർ ടീന, ഇടുക്കി വനിതാ സെൽ പോലീസ് ഓഫീസർമാർ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു. ആകെ 31 പരാതികളാണ് ജില്ലാതല അദാലത്തിൽ പരിഗണിച്ചത്. ഇതിൽ 15 പരാതികൾ തീർപ്പാക്കി, 2 പരാതികൾ DLSAയ്ക്ക് കൈമാറി, 3 പരാതികൾ കൗൺസിലിംഗിനും 3 പരാതികൾ പോലീസ് റിപ്പോർട്ടിനും അയച്ചിട്ടുണ്ട്. രാജകുമാരി മുള്ളൻതണ്ട് മലനിരകളിൽ വ്യാപക കയ്യേറ്റം. റവന്യൂ ഭൂമി കയ്യേറി കോട്ടേജുകളും കെട്ടിടങ്ങളും നിർമ്മിച്ചു. സ്വിമ്മിംഗ് പൂളിനായുള്ള നിർമ്മാണവും പുരോഗമിക്കുന്നതായി കണ്ടെത്തി. 2006-ൽ ടൂറിസം വികസനത്തിനായി ഹെലിപ്പാഡ് നിർമ്മിക്കാൻ കണ്ടെത്തിയ സ്ഥലത്താണ് കയ്യേറ്റം നടന്നിരിക്കുന്നത്. മലമുകളിൽ 10-ലധികം ചെറു കോട്ടേജുകളും 2 ചെറിയ കെട്ടിടങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. മലയുടെ മുകളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കുന്നതിനുള്ള നിർമ്മാണവും പുരോഗമിക്കുകയാണ്. നിർമ്മാണം പുരോഗമിക്കുന്ന മേഖലയിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കാതിരിക്കാൻ റോഡിൽ കിടങ്ങ് നിർമ്മിച്ചിരിക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. മുൻപും ഇതേ ഭൂമിയിൽ കയ്യേറ്റ ആരോപണം ഉയർന്നിരുന്നു. അന്ന് ഭൂമി കൈവശം വെച്ചിരുന്ന സ്വകാര്യ വ്യക്തി സമീപത്തെ മറ്റൊരു ഭൂമിയുടെ പട്ടയം ഹാജരാക്കി അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് വിവാദമായിരുന്നു. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ പരാതിയുമായി പഞ്ചായത്ത് ഭരണസമിതി. പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് സെക്രട്ടറി തടസ്സം സൃഷ്ടിക്കുന്നതായാണ് ആരോപണം. പ്രതിപക്ഷ അംഗങ്ങളോട് ചേർന്ന് ഭരണം തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പരാതിയുണ്ട്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഭരണസമിതി രംഗത്തെത്തിയിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തുന്ന നാട്ടുകാർക്ക് കൃത്യസമയത്ത് സേവനം ലഭ്യമാക്കുന്നില്ലെന്നും വിവിധ പ്രവർത്തനങ്ങളിൽ മനഃപൂർവ്വം കാലതാമസം വരുത്തുന്നതിനാൽ ഫണ്ടുകൾ നഷ്ടപ്പെടുന്നതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥൻ ആരോപിച്ചു. പിന്നെ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കാര്യവും ജനങ്ങൾക്ക് വേണ്ടി സമയബന്ധിതമായി ചെയ്തു കൊടുക്കാനുള്ള തയ്യാറ് അങ്ങനെ ചെയ്യുന്നില്ല. നമ്മുടെ സോഫ്റ്റ്വെയറുകളായ ILBMS, സങ്കേതം, സഞ്ജയ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളിൽ ഡിജിറ്റൽ സൈൻ ചെയ്ത് നൽകേണ്ട സേവനങ്ങൾ ചെയ്യാത്തതിനാൽ പൊതുജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്.
ഒരു ആവശ്യത്തിന് എന്തെങ്കിലും ഒരു ലൈസൻസ് മറ്റുള്ള ഏത് ആവശ്യത്തിന് വന്നാലും 2 ആഴ്ച 2.5 ആഴ്ചയൊക്കെയാണ് അവർ നിരന്തരം നടത്തുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറുകളിൽ അവിടെ ഇവിടെയൊക്കെ കുത്തി മിക്ക ദിവസങ്ങളിലും തന്നെ സോഫ്റ്റ്വെയറുകളെല്ലാം സ്തംഭിപ്പിക്കുന്ന ഒരു രീതിയിലാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ. അതുപോലെ തന്നെ ഭരണസമിതിയായോ അതുപോലെ പ്രസിഡന്റിനെയോ മറ്റ് ഉദ്യോഗസ്ഥന്മാരോടാണെങ്കിലും എല്ലാ ദിവസവും തന്നെ എന്തെങ്കിലും പറഞ്ഞ് വഴക്കുകളുണ്ടാക്കുകയും അങ്ങനെ പഞ്ചായത്ത് ഭരണം ഒരു രീതിയിലും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവിടെ പെരുമാറുന്നത്. മുൻ പ്രസിഡന്റിന്റെ ചട്ടുകമായി പ്രവർത്തിച്ച പഞ്ചായത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയാണെന്നാണ് ആരോപണം. മുൻ പ്രസിഡന്റ് തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ വിവിധ പ്രചരണങ്ങൾ നടത്തുന്നതായും പ്രസിഡന്റ് ആരോപിച്ചു. കമ്മിറ്റി കൂടുമ്പോൾ വിയോജനങ്ങൾക്കെഴുതും ഒരു കാര്യവും ചെയ്യിക്കില്ല എന്ന മുദ്രാവാക്യമായാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം ഞാനിരുന്ന സമയത്ത് ചെയ്യാത്ത പ്രവർത്തനങ്ങളൊന്നും ഇപ്പോൾ മറ്റൊരു പ്രസിഡന്റ് വന്ന് ചെയ്യണ്ട എന്നുള്ളൊരു ആരോപണമാണ്, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയാണ് മുൻ പ്രസിഡന്റിനുള്ളത്. നറുക്കെടുപ്പിലൂടെ LDF അധികാരത്തിലെത്തിയ പഞ്ചായത്ത് ഭരണം പിന്നീട് NDA അംഗത്തിന്റെ പിന്തുണയോടെ UDF പിടിച്ചെടുക്കുകയായിരുന്നു. തുടർന്ന് കോൺഗ്രസ് അംഗം കൂറുമാറി LDFനെ പിന്തുണച്ചതോടെയാണ് ഭരണം വീണ്ടും LDFൽ എത്തിയത്. കമ്പംമെട്ട് കുഴിക്കണ്ടത്ത് കുഞ്ഞിന് വിഷം നൽകിയ ശേഷം സ്വയം വിഷം കഴിച്ച് അമ്മ ആത്മഹത്യ ചെയ്തു. കുഴിക്കണ്ടം സ്വദേശി കണ്ടങ്കര വടക്കേതിൽ രമേശിന്റെ ഭാര്യ ആര്യമോളാണ് മരിച്ചത്. 3 വയസ്സുകാരനായ മകൻ ആരോമൽ ചികിത്സയിലാണ്. കുട്ടി അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ആര്യ കുട്ടിക്ക് വിഷം നൽകിയ ശേഷം സ്വയം വിഷം കഴിക്കുകയായിരുന്നുവെന്ന് കരുതുന്നു. വീട്ടിലെ മറ്റൊരു മുറിയിൽ മൂത്ത കുട്ടിക്കൊപ്പം കിടക്കുകയായിരുന്ന രമേശ് രാത്രിയിൽ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റപ്പോൾ ആര്യയുടെ വായിൽ നിന്ന് നുരയും പതിയും വരുന്നത് കാണുകയായിരുന്നു. ഉടൻ തന്നെ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആര്യയുടെ ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടിക്ക് വിഷം നൽകിയെന്നത് ആദ്യം മനസ്സിലായിരുന്നില്ല. കുഞ്ഞിന് ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ടതോടെ നടത്തിയ പരിശോധനയിലാണ് വിഷം ഉള്ളിൽ ചെന്നതായി കണ്ടെത്തിയത്. കുട്ടി അപകടനില തരണം ചെയ്തു. കമ്പംമെട്ട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വണ്ടിപ്പെരിയാർ 62 മൈലിൽ വീണ്ടും കാട്ടാന ആക്രമണം. സരസിൽ വീട്ടിൽ ശങ്കരൻ മീനാക്ഷി ദമ്പതികളുടെ ഒരേക്കറോളം വരുന്ന ഏലം കൃഷി കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. രാത്രിയിൽ വീടിനുള്ളിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ദമ്പതികൾ പറയുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വണ്ടിപ്പെരിയാർ 62 മൈലിലെ സ്വകാര്യ ഏലത്തോട്ടത്തിലെ ഏലകൃഷി കാട്ടാനക്കൂട്ടമെത്തി നശിപ്പിക്കുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ 62 മൈൽ സരസിൽ വീട്ടിൽ ശങ്കരൻ മീനാക്ഷി ദമ്പതികളുടെ ഒരേക്കറോളം വരുന്ന ഏലകൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. ഇതോടൊപ്പം വീടിന് മുറ്റത്ത് വരെ നിന്നിരുന്ന വാഴയും കാട്ടാന നശിപ്പിച്ചു. ഭീതിയോടെ വീടിനുള്ളിൽ കഴിയേണ്ട സാഹചര്യമാണ് നിലവിലെന്ന് മീനാക്ഷി പറയുന്നു. പെട്ടെന്ന് പടുപടാന്ന് ഭയങ്കര സൗണ്ട് കേട്ടു. പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആയിപ്പോയി. വരാന്തയിൽ ഇറങ്ങി നിന്ന് നോക്കുമ്പോഴത്തെ 3 ആന ഇവിടെ നിൽക്കുക. എന്നിട്ട് ഇതെല്ലാം പറിച്ചിട്ട് ഈ ഗേറ്റ് പിടിച്ച് അങ്ങോട്ട് വീട്ടിലേക്ക് വരാനായിട്ട് തുടങ്ങുമായിരുന്നു. ഞാൻ പെട്ടെന്ന് കഥ കടച്ചു വെച്ച് പുള്ളിയെ വിളിച്ചു. ഞങ്ങൾ ഇവിടെ വന്ന് പുറത്ത് ലൈറ്റില്ലല്ലോ, അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കിന് ഈ 3 എണ്ണം ഇവിടെ നിന്ന് വീട്ടിലേക്ക് വരാനായിട്ട് ഇറങ്ങി വരിക. അപ്പം ഞാൻ പെട്ടെന്ന് കഥ കടച്ചിട്ട് ഞങ്ങൾ അകത്ത് കയറി മിണ്ടാതിരുന്നു. ഒരു 2 മണിക്കൂർ ഇവിടെ നിന്ന് നാശനഷ്ടങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതുങ്ങൾ പോയി. ഇത് 3ാമത്തെ 4ാമത്തെ പ്രാവശ്യമാണ്. എത്രയോ ഏലം, നമ്മുടെ ഏലവും വേലി പേടിച്ചിട്ട് നമ്മൾക്കിവിടെ കിടന്നുറങ്ങണ്ട. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കാട്ടാന സ്ഥിരമായി ഇവിടെ എത്താറുണ്ട്. ഏലം, വാഴ, തെങ്ങ് തുടങ്ങിയ കൃഷികൾ നശിപ്പിക്കുന്നതും പതിവാണ്. അടിയന്തരമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ഇതിപ്പം 4ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഇവിടെ ഈ ഒരു ആനയിറക്കം എന്ന് പറയുന്നത്. അപ്പോൾ കഴിവുള്ളിടത്തോളം നമ്മൾ ആവശ്യമില്ലാതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചാണ്. 1 ഏക്കർ സ്ഥലത്തോളം ഇപ്പം മോൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ ഉണ്ടല്ലോ, 1 ഏക്കർ സ്ഥലത്തോളം പോയി. ആകപ്പാടെ ഇത്രയും സ്ഥലമുണ്ട്, അത് മൊത്തം പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമുണ്ട്. അതുപോലെ തന്നെ ഈ പോളിടെക്നിക്കിൽ പിള്ളേർ വരാൻ പോലും അവർ പാടുപെടുന്നു. അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം അത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും വരുന്നു പോകുന്നു, പക്ഷേ അതിനൊരു തീരുമാനവും ആകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു പരാതി പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ്. പറഞ്ഞ മനസ്സിലായി, വെട്ടോ ഇല്ല വെളിച്ചോ ഇല്ല. അപ്പോൾ ഇന്നലെ 10:20 ഇവിടെ ആന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 2 പേരും എൻ്റെ ഭാര്യയുള്ള അവർക്ക് വയ്യാതിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം പറഞ്ഞല്ലേ, അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെങ്കിൽ നമുക്ക് കഴിയുന്നില്ല. കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മടങ്ങാറാണ് പതിവ്. വിഷയത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. അല്ലാത്തപക്ഷം കർഷകർ ഒത്തുചേർന്ന സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. വട്ടവട മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി നാശം വരുത്തിയതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശത്തെ കർഷകർ.
കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ സ്ഥിരമായി തമ്പടിച്ചാൽ കർഷകരുടെ ജീവിതം പൂർണ്ണമായി ഇരുളടയും. കാലാവസ്ഥാ വ്യതിയാനത്തിനും വിലയിടിവിനുമൊപ്പം കാട്ടാന ശല്യം കൂടിയായാൽ കർഷകർക്ക് കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുക വെല്ലുവിളിയാകും. വട്ടവട മേഖലയിലെ ആളുകളുടെ പ്രധാന വരുമാന മാർഗം പച്ചക്കറി കൃഷിയാണ്. ബട്ടർ ബീൻസ്, ഉരുളക്കിഴങ്ങ്, ക്യാബേജ് എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്തിരുന്നത്. വിളവെടുക്കാറായ പലരുടെയും പച്ചക്കറി കൃഷി കാട്ടാന ആക്രമണത്തിൽ നഷ്ടമായി. ഇവരുടെ ഒരു വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ആനകൾ ചവിട്ടിമെതിച്ചത്. കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ ഇറങ്ങി നാശം വരുത്തിയതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശത്തെ കർഷകർ. കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ സ്ഥിരമായി തമ്പടിച്ചാൽ കർഷകരുടെ ജീവിതം പൂർണ്ണമായി ഇരുളടയും. കാലാവസ്ഥാ വ്യതിയാനത്തിനും വിലയിടിവിനുമൊപ്പം കാട്ടാന ശല്യം കൂടിയായാൽ കർഷകർക്ക് കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുക വെല്ലുവിളിയാകും. ബഹുമാനപ്പെട്ട സർക്കാർ ഗവൺമെന്റ് വട്ടവടലിലെ ഇതുവരെ ആന വന്ന ചരിത്രമില്ല. ആന വരും പിന്നെ പോകും. ഇപ്പോൾ ഈ 2 പ്രാവശ്യം വളത്തോട്ട് ഭാഗത്ത് ആന വന്ന് കൃഷി ഭയങ്കര നാശനഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ കൃഷി നമ്പി ജീവിക്കുന്ന ആൾക്കാർ, പച്ചക്കൃഷി നമ്പി ജീവിക്കുന്ന ആൾക്കാരാണ്. ഇതിനിടയിൽ ഇന്നലെ ആന അവിടെ പളത്തോട്ടത്ത് ഇറങ്ങി വന്നിട്ട് 2 പേര് വരട്ടാൻ പോകുന്ന അവർക്ക് പരിക്കേറ്റുള്ള അവർ ഹോസ്പിറ്റലിൽ അടക്കമാണ്. ഞാൻ ഫോറസ്റ്റുകാരെ വിളിച്ച് പറഞ്ഞിട്ട് ഇതുവരെയും അവർ അതിൻ്റെ നടപടിക്ക് സ്വീകരിച്ചിട്ടില്ല. പിന്നെ കൃഷി ഓഫീസിൽ വിളിച്ചിപ്പോൾ സ്ഥലം നോക്കാനായിട്ട് ഇന്നിപ്പോൾ പോയിട്ടുണ്ട്. ഇത് സർക്കാർ ഉടൻ തന്നെ നടപടിയിട്ട് വട്ടോടെ കൃഷിക്കാരെ സംഭരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അവിടെ ജീവിക്കുന്ന മൊത്തം കൃഷിന് വേണ്ടി ജീവിക്കുന്നത് വേറെ മാർഗമൊന്നുമില്ലാത്ത ആൾക്കാരാണ്. പളത്തോട് ഭാഗത്തിലെ ഇന്നലെ കോഷും ഭയങ്കര നാശമാണ്. ഇപ്പോൾ നേരത്തെ ആടുകളും 45 ആടുകൾ നേരത്തെ ഉണ്ട്. അതും ഞാൻ കൊടുത്തത്, അതും ഇവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാട്ടാന ആക്രമണത്തിൽ കർഷകർക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ബാങ്ക് വായ്പയെടുത്തും പരിചയക്കാരിൽ നിന്ന് കടം വാങ്ങിയുമാണ് പലരും കൃഷി ഇറക്കിയത്. കൃഷി ആനകൾ നശിപ്പിച്ചതോടെ എങ്ങനെ പണം തിരിച്ചടയ്ക്കുമെന്ന വിഷമത്തിലാണ് കർഷകർ. പഴത്തോട്ടം മേഖലയിലായിരുന്നു ആനകൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങി നാശം വിതച്ചത്. ആനകൾ പാഞ്ഞു വന്നതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച വട്ടവട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കം 2 പേർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ കട്ടപ്പന പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമന് കേരളത്തിന്റെ ഭൂപടത്തോടുകൂടി കത്തയച്ചാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ആന്ധ്രാപ്രദേശിനും ബീഹാറിനും കാര്യമായ ഫണ്ടുകളും സംരംഭങ്ങളും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തെ പാടെ അവഗണിച്ചുവെന്നത് നിരാശാജനകമാണ്. തമിഴ്നാടിനും കർണാടകയ്ക്കും പരിഗണന നൽകുമ്പോഴും അതിർത്തി പങ്കിടുന്ന കേരളത്തെ മറന്നുകൊണ്ടാണ് ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കേരളം ഇന്ത്യയിലാണെന്ന മുദ്രാവാക്യമുയർത്തി കേരളത്തിന്റെ ഭൂപടവും ഉൾപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കത്തയച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബിൻ ഐമനം പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലഘട്ടത്തിലെ ജനദ്രോഹ ഭരണത്തിൻ്റെ ഫലമായി മുൻപുണ്ടായിരുന്നതിനേക്കാൾ കുറഞ്ഞ സീറ്റുകളുമായി ജനങ്ങൾ അതിശക്തമായി ഇലക്ഷനിലൂടെ പ്രതികരിച്ചതിൻ്റെ ഫലമായി അവരുടെ ശക്തി നഷ്ടപ്പെട്ട് ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി ഒരു ഭരണം നടത്തേണ്ട സാഹചര്യത്തിൽ എത്തിച്ചേർന്ന സ്ഥിതിവിശേഷം നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളപ്പോൾ തന്നെ ഒരു തിരിച്ചടി കിട്ടുമ്പോഴാണ് സാധാരണ ഒരു ഭരണ സംവിധാനം ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങളെ തങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളോട് അടുപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ള നാട്ടുനടപ്പ്. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇവിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കഴിഞ്ഞ 2 ഗവൺമെൻറ് എന്ത് തരം ജനദ്രോഹ നടപടികളാണോ സ്വീകരിച്ചു പോന്നിരുന്നത് അതിൻ്റെ തുടർച്ചയെന്നോണം അവരുടെ ഇടക്കാല ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ യാതൊരു വിധത്തിലുമുള്ള ഒരു ആളുകളെ പറ്റിക്കുന്നതിനുള്ളൊരു ഗിമ്മിക്ക് നടത്തുകയല്ലാതെ ഏതെങ്കിലും ഒരു ആനുകൂല്യം ജനങ്ങൾക്ക് കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു ബഡ്ജറ്റല്ല അവതരിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു കൂട്ടുകക്ഷി സംവിധാനത്തിൻ്റെ ഭാഗമായി അവർക്ക് കൂടുതൽ എംപിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനങ്ങൾ ആന്ധ്രയും ബീഹാറും ഒഡീഷയും അടക്കമുള്ള സ്ഥലങ്ങൾ വാരിക്കോരി അവരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നൊരു സാഹചര്യമാണ് ഈ ഇടക്കാല ബഡ്ജറ്റിലുണ്ടായത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലൻ സി മനോജ് അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽബിൻ മണ്ണഞ്ചേരി, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിതിൻ ഉപ്പുമാക്കൽ, അഭിലാഷ് വാലിമേൽ, അരവിന്ദ് പി രാജ് തുടങ്ങിയവർ സംസാരിച്ചു.
കാർഗിൽ വിജയ് ദിവസ് 25ാം വാർഷികം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഭാഗമായി നടന്ന NCC കേഡറ്റുകളുടെ റാലി കട്ടപ്പന സബ് ഇൻസ്പെക്ടർ എബി ജോർജ് ഫ്ലാഗ് ഓഫ് ചെയ്തു. സ്വാതന്ത്ര്യം നേടിയ കാലം മുതൽ തന്നെ ഇന്ത്യയുടെ ത്രിതല സേനാ വിഭാഗങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ജീവൻ മരണ പോരാട്ടത്തിലാണ് 3 സേനാ വിഭാഗങ്ങളിലായിട്ട് കഴിയുന്നതെന്ന് നമുക്കറിയാം. രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന കടന്നുകയറ്റങ്ങളെ എന്നും നമ്മുടെ സേന ശക്തിയുക്തം എതിർത്ത് തോൽപ്പിക്കുകയും യുദ്ധങ്ങളിലെല്ലാം വിജയം വരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ 1999 കാർഗിലിൽ അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള കടന്നുകയറ്റം ഉണ്ടായപ്പോൾ നമ്മുടെ സേനാ വിഭാഗങ്ങൾ അതിശക്തമായി തിരിച്ചടിക്കുകയും വലിയ വിജയം നേടുകയും ചെയ്തു. അതിൻ്റെ വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കാർഗിൽ വിജയ ദിവസ് ജൂൺ 26-ാം തീയതി രാജ്യം ആചരിക്കുക. കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച റാലി അമർ ജവാൻ സ്മാരകത്തിൽ സമാപിച്ചു. എക്സ് സർവീസ്മെൻ ലീഗിന്റെയും 33K NCC ബറ്റാലിയൻ നെടുങ്കണ്ടത്തിന്റെയും നേതൃത്വത്തിലാണ് കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ചത്. കട്ടപ്പന ഗവൺമെന്റ് കോളേജ്, വെള്ളയാങ്കുടി സെന്റ് ജെറോം സ്കൂൾ, കട്ടപ്പന സെന്റ് ജോർജ് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നായി 150ഓളം NCC കേഡറ്റുകൾ പരിപാടിയിൽ പങ്കെടുത്തു. റിട്ടയേർഡ് ക്യാപ്റ്റൻ ഷാജി എബ്രഹാം അമർ ജവാൻ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും കാർഗിൽ യുദ്ധസ്മരണകൾ കേഡറ്റുകളുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. കാർഗിൽ എന്ന് പറയുന്നത് 4 സൈഡും വലിയ മലകളാൽ ചുറ്റപ്പെട്ട കുന്നുകളും മലകളും മാത്രമുള്ള ഒരു പ്രദേശമാണ്. അവിടെ നിന്ന് ഏകദേശം 170 കിലോമീറ്റർ പോയാൽ പാകിസ്ഥാൻ്റെ കുർദു പട്ടണമാണ്. ഈ പ്രദേശം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 18,000 അടി വരെ ഉയരത്തിലുള്ള സ്ഥലമാണ്. നമ്മളിപ്പോൾ കട്ടപ്പനയിൽ നിൽക്കുമ്പോൾ കട്ടപ്പനയിലെ ഉയരം ഏകദേശം 3000 അടിയാണ്. അപ്പോൾ 18,000 അടി ഉയരത്തിലുള്ള സ്ഥലത്തെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ 21 ഡിഗ്രി 22 ഡിഗ്രിയാണ്. നമുക്ക് ചിലതെങ്കിലും തണുക്കുന്നുണ്ട്. അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -40 -50 വരെ വരുന്ന ടെമ്പറേച്ചർ. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, 33K NCC നെടുങ്കണ്ടം ട്രെയിനിംഗ് ഓഫീസർ സുബൈദാർ രതീഷ് കുമാർ, ക്യാപ്റ്റൻ ജോബി മാത്യു, കട്ടപ്പന നഗരസഭ മുൻ വൈസ് ചെയർമാൻ ജോയി ആനത്തോട്ടം, അണ്ടർ ഓഫീസർ ഇസ്മി മുല്ലപ്പള്ളി തുടങ്ങി നിരവധി പേർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. ഹവിൽദാർ സെയ്ദ് ജീലാനി, ഗോപിനാഥൻ KN, സാബു മാത്യു, സുഭാഷ് ചന്ദ്രൻ, A ചന്ദ്രൻ, ഫിലിപ്പോസ് മത്തായി, ലഫ്റ്റനന്റ് പ്രിൻസ് ജോസഫ്, ക്യാപ്റ്റൻ ടോജി ഡൊമിനിക്, CTO ജിതിൻ ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന വാഴവര സർക്കാർ ഹൈസ്കൂളിൽ കാർഗിൽ വിജയ് ദിവസ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. വാഴവര സ്വദേശികളായ മുൻ സൈനികരെ ആദരിച്ചുകൊണ്ട് നടത്തിയ പരിപാടി നഗരസഭാ കൗൺസിലർ ബെന്നി കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ ബഹുമാനാർത്ഥം എല്ലാ വർഷവും ജൂലൈ 26-ന് കാർഗിൽ വിജയ് ദിവസ് ആഘോഷിക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് വാഴവര സർക്കാർ ഹൈസ്കൂളിൽ വിപുലമായ പരിപാടികളുടെ ദിനാചരണം സംഘടിപ്പിച്ചത്. പരിപാടിയിൽ വാഴവര സ്വദേശികളായ വിരമിച്ച ധീരജവാന്മാരായ ഷാജി എബ്രഹാം, KV ഷാജി, CK ബിജു, ഗോപിനാഥൻ എന്നിവരെ ആദരിച്ചു. നഗരസഭാ കൗൺസിലർ ബെന്നി കുര്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്നും വരുന്ന വർഷങ്ങളിലും തീർച്ചയായും നമ്മുടെ ഓരോ സൈനികരെയും നമ്മൾ ആദരിക്കാൻ, അവരെ ബഹുമാനിക്കാൻ നമുക്ക് അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാർഗിൽ യുദ്ധത്തിലെ തങ്ങളുടെ അനുഭവങ്ങൾ മുൻ സൈനികർ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. കാർഗിൽ എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ സംസ്ഥാനത്ത് ഇപ്പോഴത്തെ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ ഒരു ജില്ലയാണ് കാർഗിൽ. ഏതാണ്ട് 16,000 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു പ്രദേശമാണ്. ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അതിർത്തിയുമായിട്ട് വളരെ അടുത്താണ്. പാകിസ്ഥാനിലെ ഒരു ടൗണായ സ്കുർദു അവിടുത്തെ 100-120 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ പാകിസ്ഥാൻ അതിർത്തിയുമായിട്ട് വളരെ അടുത്താണ്. വളരെയേറെ കുന്നും മലകളും നിറഞ്ഞ ഒരു സ്ഥലമാണിത്. അതായത് അവിടുത്തെ ഉയരം എന്ന് പറയുന്നത് 18,000 അടി ഉയരമാണ്. 16,000 തൊട്ട് 18,000 വരെ. സ്കൂളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വിജയ് ഭവ എന്ന പതിപ്പ് സൈനികർ പ്രകാശനം ചെയ്തു.
അതോടൊപ്പം വിദ്യാർത്ഥികളുടെ ദേശഭക്തിഗാനം, പോസ്റ്റർ രചന, ഇംഗ്ലീഷ്, മലയാള പ്രസംഗങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. പരിപാടിയിൽ PTA പ്രസിഡന്റ് MP സജീവ്, ഹെഡ്മിസ്ട്രസ് ഇൻചാർജ് ബിന്ദു ജസ്റ്റിന, സ്റ്റാഫ് സെക്രട്ടറി ബിജിമോൻ ജോസഫ്, ജോളി തോമസ്, സ്മിത P ജോസഫ്, VG ആതിര, S ഭാവന, അജിത രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NCC കേഡറ്റുകൾ കാർഗിൽ വിജയദിനം വിപുലമായി ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും മുൻ സൈനിക ഉദ്യോഗസ്ഥനുമായ ബിപിൻ തോമസ് കേഡറ്റുകൾക്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ കാർഗിൽ വിജയകഥ എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ നയിച്ചു. കട്ടപ്പന അമർ ജവാൻ യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം സ്കൂളിൽ കാർഗിൽ വിജയദിന റാലിയും സെമിനാറുകളും സംഘടിപ്പിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും മുൻ സൈനിക ഉദ്യോഗസ്ഥനുമായ ബിപിൻ തോമസ് ഇന്ത്യൻ സൈന്യത്തിന്റെ കാർഗിൽ വിജയകഥ എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ നയിച്ചു. നമ്മുടെ കേരളം, നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് നമ്മുടെ സൈന്യം ഇത്ര ശക്തമായതിന്റെ പേരിലാണ് മറ്റു രാജ്യങ്ങൾ നമ്മളെ ആക്രമിക്കാൻ തയ്യാറാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിവിടെ സമാധാനത്തോടെ കഴിയുന്നുണ്ട്. നമ്മൾ പട്ടിണി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, നമ്മൾ യുദ്ധം എന്താണെന്ന് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ ഇന്നെപ്പോഴും വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. കാരണം ഇതൊക്കെ നേരിടുന്ന ഓരോ ലോകത്ത് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ഇന്ന് നേരിടുന്നത്. ചടങ്ങിൽ വെച്ച് ബിപിൻ തോമസിനെ ആദരിച്ചു. തുടർന്ന് കാർഗിൽ വിജയ് ദിവസ് ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ, ഹെഡ്മാസ്റ്ററും അസോസിയേറ്റ് NCC ഓഫീസറുമായ മധു K ജെയിംസ്, ഹവിൽദാർ നാംദേവ് പദക് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അടിമാലി കല്ലാർ മാങ്കുളം റോഡിൽ കൈനഗിരിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. മാങ്കുളം സ്വദേശി ജോബിനും കുടുംബവും അപകടത്തിൽ നിന്നും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മാങ്കുളം സ്വദേശി ജോബിന്റെ കാറിന് മുൻഭാഗത്തേക്കാണ് മരം വീണത്. ഈ സമയം കുട്ടിയടക്കം വാഹനത്തിൽ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. കുടുംബം അപകടത്തിൽ നിന്നും പരിക്കുകൾ ഇല്ലാതെ രക്ഷപ്പെട്ടു. മരം നിലം പതിച്ചതിനെ തുടർന്ന് വാഹനത്തിന്റെ മുൻഭാഗം തകർന്നു. പാതയോരത്തിൽ നിന്ന മരമാണ് റോഡിലേക്ക് വീണത്. ഇതിനെ തുടർന്ന് കല്ലാർ മാങ്കുളം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി ബന്ധവും താറുമാറായി. അയ്യപ്പൻകോവിൽ മേരികുളം കൂരാമ്പാറ ആലടി റോഡിൽ KSRTC ബസ്സിന് പിന്നിൽ സ്വകാര്യ ബസ് ഇടിച്ച അപകടം. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ ഇതുവഴി തിരിച്ചുവിടുന്നതിനാൽ അപകടങ്ങളും ഗതാഗതക്കുരുക്കും പതിവായിരിക്കുകയാണ്. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആലടി ടൗണിന് സമീപം മണ്ണിടിഞ്ഞതിനാൽ വാഹനങ്ങൾ മേരികുളം കൂരാമ്പാറ റോഡിലൂടെയാണ് തിരിച്ചുവിടുന്നത്. ഈ സാഹചര്യത്തിൽ റോഡിൽ ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവാണ്. കൂരാമ്പാറ പാലത്തിന് സമീപം കട്ടപ്പന ഭാഗത്തേക്ക് പോകുകയായിരുന്ന KSRTC ബസിന്റെ പിന്നിൽ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്വകാര്യ ബസിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് തകർന്നു. റോഡിന്റെ വീതിക്കുറവും അമിതമായി വാഹനങ്ങൾ എത്തുന്നതും കാരണം സൈഡ് നൽകാൻ കഴിയാത്തതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. മുൻപിൽ പോയ KSRTC ബസ് എതിർദിശയിൽ നിന്നും വന്ന വാഹനത്തിന് സൈഡ് നൽകുന്നതിനായി സഡൻ ബ്രേക്ക് ഇട്ടതോടെയാണ് അപകടം ഉണ്ടായതെന്ന് സ്വകാര്യ ബസ് ജീവനക്കാർ പറഞ്ഞു. ഭയങ്കര മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. അവിടെ നിന്ന് ഒരു കൊച്ചുവണ്ടി കയറി വന്നു, ട്രാൻസ്പോർട്ട് ചവിട്ടി. നമ്മളതിനെ തൊട്ട് പറഞ്ഞുണ്ടായിരുന്നു, നമ്മൾ ചവിട്ടി വണ്ടി നിന്നില്ല. അതിനുള്ള ഡിസ്റ്റൻസ് ഉള്ളത്. ചെറുവണ്ടികൾ പിടിച്ചിട്ട് ഇതുപോലെ അപകടം ഉണ്ടാകത്തില്ല. ഇതെപ്പോഴും ഇപ്പോൾ ഇത് തന്നെ ഉണ്ട്. ആർക്കും ഒരു ഇതില്ല, എല്ലാവരും വരുന്നവരെ ഒന്ന് കയറി വരത്തേ. അപകടത്തെ തുടർന്ന് ഇവിടെ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു. റോഡിലൂടെ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകുന്നതിനുള്ള സാഹചര്യം അധികൃതർ ഇടപെട്ട് ഒരുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. നവീകരിച്ച മുരിക്കൻതൊട്ടി സെന്റ് ജോർജ് സെഹിയോൻ യാക്കോബായ സുറിയാനി ദേവാലയത്തിന്റെ മൂറോൻ അഭിഷേക കൂദാശയ്ക്കും പരിശുദ്ധ അബ്ദുൾ ജലീൽ ഗ്രിഗോറിയോസ് ബാവയുടെ തിരുശുഷ്പ സ്ഥാപനത്തിനുമുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് ഇടവക ഭാരവാഹികൾ അറിയിച്ചു. ഓഗസ്റ്റ് 17, 18 തീയതികളിലാണ് ചടങ്ങുകൾ നടക്കുക. യാക്കോബായ സുറിയാനി സഭയുടെ കീഴിൽ രാജകുമാരി മുരിക്കംതൊട്ടിയിൽ സ്ഥാപിതമായിരിക്കുന്ന സെന്റ് ജോർജ് സെഹിയോൻ യാക്കോബായ സുറിയാനി പള്ളി കാലപ്പഴക്കത്തെ തുടർന്ന് വിശ്വാസികളുടെ സൗകര്യാർത്ഥം നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി തിരുശേഷിപ്പ് സ്ഥാപിക്കാൻ ഇടവക അംഗങ്ങൾ ഒരുങ്ങുകയാണ്. പരിശുദ്ധ അബ്ദുൾ ജലീൽ ഗ്രിഗോറിയോസ് ബാവയുടെ തിരുശേഷിപ്പാണ് മുരിക്കംതൊട്ടി ദേവാലയത്തിൽ സ്ഥാപിക്കുന്നത്. ഇതിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പൊലിത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് പറഞ്ഞു. ഓഗസ്റ്റ് മാസം 15-ാം തീയതി ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ കഴിഞ്ഞാൽ 17-ാം തീയതി വൈകുന്നേരം പരിശുദ്ധനായ അബ്ദുൾ ജലീൽ ഗ്രിഗോറിയോസ് ബാവായുടെ ധരിച്ചിരുന്നതായ കാപ്പയുടെ അംശവസ്ത്രത്തിൻ്റെ ആ തിരുശേഷിപ്പിൻ്റെ ഒരു അംശം
ഈ പരിശുദ്ധ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു. ബാവായിയുടെ സാന്നിധ്യമെന്ന് പറയുന്നത് മലങ്കര സഭ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് മലങ്കര സഭയ്ക്കുള്ളത്. ഈ സഭയെ ഇന്ന് കാണുന്ന നിലയിൽ വേദവിപരീതികളിൽ നിന്ന് ഉയർത്തിയെടുത്ത് പരിശുദ്ധ പിതാവാണ് അബ്ദുൽ ജലീൽ ഗീവർഗീസ് ബാവ. ഈ സംപ്രേഷണം കാണുമ്പോൾ കേൾക്കുമ്പോൾ ആളുകൾ ഒന്നും കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നഷ്ടപ്പെട്ടുപോയ തക്സ ഇന്നത്തെ ആരാധനകൾ ഒരുപക്ഷെങ്കിൽ മറുവിഭാഗമായി കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അവരും യാക്കോബായ സഭയും ഉപയോഗിക്കുന്നതായ എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസ് ബാവ അബ്ദുൽ ജലീൽ ഗീവർഗീസ് ബാവ വഴി മലങ്കരയിലേക്ക് കൊടുത്തുവിട്ട് വേദവിപരീതങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഈ സഭയെ സ്വതന്ത്രമാക്കി വീണ്ടും പുനരുദ്ധരിച്ച പരിശുദ്ധനാണ് ഗ്രിഗോറിയോസ് ബാവ. ആ ഗ്രിഗോറിയോസ് ബാവയുടെ തിരുശേഷിപ്പ് ഇവിടെ ഓഗസ്റ്റ് മാസം 17-ാം തീയതി വൈകുന്നേരം സ്ഥാപിക്കത്തക്ക രീതിയിൽ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസികളുടെ സൗകര്യാർത്ഥം പള്ളിയുടെ ഇരുവശങ്ങളിലേക്കും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും തിരുശേഷിപ്പ് സ്ഥാപിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിക്കഴിഞ്ഞു. ഓഗസ്റ്റ് 17-18 തീയതികളിലായി നടക്കുന്ന ചടങ്ങുകൾക്ക് ആബൂൻമോർ ബെസിലിയോസ് തോമസ് പ്രഥമൻ ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. മെത്രാപ്പൊലീത്തമാരായ ഡോക്ടർ ഇലിയാസ് മോർ അത്താനാസിയോസ്, മാത്യൂസ് മാർ അഫ്രൈം, കുര്യാക്കോസ് മോർ യൗസേബിയോസ് തുടങ്ങിയവർ സഹകാർമ്മികത്വം വഹിക്കും. ഛർദിൽ മൂലം അവശയായി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച 7 വയസ്സുകാരിക്ക് കാഷ്വാലിറ്റി വിഭാഗത്തിൽ ചികിത്സ നൽകാൻ വിമുഖത കാണിച്ചുവെന്ന പരാതിയുമായി പിതാവ് രംഗത്ത്. അവശയായ കുട്ടിയെ ഒപിയിലുള്ള ഡോക്ടറുടെ അടുക്കൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കുവാൻ കാഷ്വാലിറ്റിയിൽ നിന്നും നിർദ്ദേശിച്ചുവെന്നാണ് അടിമാലി 1000 ഏക്കർ സ്വദേശിയായ ജോമോന്റെ പരാതി. സംഭവം ആശുപത്രി അധികൃതരെയും ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതലയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരെയും അറിയിച്ചുവെന്നും ജോമോൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത്. ജോമോനും ഭാര്യയും മകളും യാത്രയിലായിരുന്നു. യാത്രക്കിടെ കുട്ടിക്ക് കലശലായ ഛർദിൽ അനുഭവപ്പെട്ടുവെന്ന് ജോമോൻ പറയുന്നു. തുടർച്ചയായി ഛർദിച്ചതോടെ കുട്ടി അവശനിലയിലായി. അടിമാലി ബസ് സ്റ്റാൻഡിൽ എത്തിയ ശേഷം അവശയായ കുട്ടിയെ ഓട്ടോറിക്ഷയിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അവശയായി നടക്കാൻ കഴിയാതിരുന്ന കുട്ടിയെ എടുത്ത് കാഷ്വാലിറ്റിയിൽ എത്തിച്ചുവെങ്കിലും കാഷ്വാലിറ്റി വിഭാഗത്തിൽ നിന്നും ചികിത്സ നൽകാൻ വിമുഖത കാണിച്ചുവെന്നാണ് കുട്ടിയുടെ പിതാവായ ജോമോന്റെ പരാതി. എൻ്റെ കുട്ടിക്ക് കലശലായ രീതിയിൽ ഛർദി ഉണ്ടായി. ഞങ്ങളൊരു ദൂരയാത്രയിലായിരുന്നു. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഛർദി കൂടുതലായി. കുട്ടി ബസ്സിൽ വെച്ച് ശക്തമായ രീതിയിൽ ഛർദ്ദിച്ച് ബസ്സിൽ കിടക്കുമായിരുന്നു. കുഞ്ഞ് അടിമാലി വന്നിറങ്ങി ഞങ്ങളൊരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. കുഞ്ഞ് തീരെ അവശതയായിരുന്നു. എൻ്റെ വൈഫ് കുഞ്ഞിനെ തോളിലെടുത്തിരിക്കുകയായിരുന്നു. ആശുപത്രി ചെന്ന് കാഷ്വാലിറ്റി ചീട്ടെടുത്ത് അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് ചീട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ കുട്ടിയെ എന്ത് പറ്റിയെന്ന് ചോദിച്ച് ഛർദിയാണെന്ന് പറഞ്ഞപ്പോൾ അവർ കുട്ടിയെ പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല. 2 ഡോക്ടർമാർ അവിടെ ഉണ്ട്, ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ടായിരുന്നു. അവർ 2 പേരും ചീട്ട് എൻ്റെ കയ്യിലേക്ക് തിരിച്ചു വന്നിട്ട് പീഡിയാട്രിഷ്യനെ നിങ്ങൾ ഒപിയിൽ കൊണ്ട് കാണിക്കാനാണ് അവർ പറയുന്നത്. അവശ നിലയിൽ വരുന്ന ഒരു രോഗിയെ കാഷ്വാലിറ്റിയിലേക്കല്ലാതെ നമ്മൾ ഒപിയിൽ പോയി ക്യൂ നിന്ന് കാണുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഉണ്ടായതൊരു വലിയ തിക്താനുഭവമാണ്. അത് വലിയ വേദനാജനകമായ ഒരു അനുഭവമാണ്. ചെറിയൊരു കുട്ടിയാണ്. പ്രായം ചെന്ന ആളുകളാണെങ്കിൽ അവർക്ക് അതിൻ്റേതായ രീതിയിൽ അവർക്ക് പ്രതിരോധിക്കാനുള്ള പ്രതിരോധശേഷിയെങ്കിലും ഉണ്ടാകും. 7 വയസ്സൊരു കുഞ്ഞ് ഇത്ര അവശതയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവർ കാണിച്ച നിരുത്തരവാദിത്വപരമായ നിലപാട് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അടിമാലി താലൂക്ക് ആശുപത്രിയെക്കുറിച്ച് ഇതിനു മുമ്പും ഒരുപാട് ആക്ഷേപം പറയാനായിട്ട് എനിക്കും ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് നാട്ടിൽ തന്നെയുള്ള ഒരുപാട് പേർക്കും അത് പറയാനുണ്ട്. നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ശക്തമായ പ്രതിഷേധം അതിനകത്തുണ്ട്. ഞാൻ ആശുപത്രി സൂപ്രണ്ടിനെ വിളിച്ചറിയിച്ചിരുന്നു. അതോടൊപ്പം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനില രാജേന്ദ്രനെ ഓഫീസിൽ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അവശയായിരുന്ന കുട്ടിയെ ഒപിയിൽ എത്തിച്ച് ചികിത്സ നൽകുന്നത് ആ സമയം പ്രായോഗികമല്ലായിരുന്നുവെന്ന് ജോമോൻ പറയുന്നു. സംഭവത്തിൽ തങ്ങൾക്കുണ്ടായ പ്രായോഗികവും മാനസികവുമായ ബുദ്ധിമുട്ട് ആശുപത്രി അധികൃതരെയും ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതലയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരെയും അറിയിച്ചുവെന്നും ജോമോൻ പറഞ്ഞു. പെൻഷൻ മുടങ്ങിയതോടെ ചികിത്സാ ചിലവിനായി ധനസഹായ അഭ്യർത്ഥനയുമായി വ്യാപാര സ്ഥാപനങ്ങൾ കയറിയിറങ്ങുകയാണ് ഒരു വയോധികൻ. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയതോടെയാണ് അയ്യപ്പൻകോവിൽ സ്വദേശി പി തോമസ് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി ധനസഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയത്. 7 വർഷം മുമ്പ് വീണതിനെ തുടർന്ന് നട്ടെല്ലിന് സംഭവിച്ച ക്ഷതമാണ് അയ്യപ്പൻകോവിൽ പുത്തൻ വീട്ടിൽ പി തോമസിന്റെ ജീവിതം വഴിമുട്ടിച്ചത്. ഇതോടെ അന്നു മുതൽ ജോലിക്ക് പോകാൻ സാധിക്കാതെ വന്നു. പിന്നീട് ചികിത്സാ ചിലവിനായി ആകെയുണ്ടായിരുന്ന ആശ്രയം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ മാത്രമായിരുന്നു. മുൻപ് മുടക്കമില്ലാതെ ലഭിച്ചിരുന്ന പെൻഷൻ 13 മാസമായി മുടങ്ങിയിരിക്കുകയാണ്. വിഷയത്തിൽ നിരവധി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല.
ഇതോടെയാണ് സർക്കാരിനെതിരെ പ്രതിഷേധമെന്നോണം വ്യാപാര സ്ഥാപനങ്ങളിൽ 67-കാരനായ തോമസ് ഇപ്പോൾ ചികിത്സാ ധനസഹായം അഭ്യർത്ഥിച്ച് കയറിയിറങ്ങുന്നത്. ഞാൻ കെട്ടിട നിർമ്മാണത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ അംഗമാണ്. എനിക്ക് 21 മെയ് മാസം മുതൽ ഇന്നേ വരെ ഈ കെട്ടിട നിർമ്മാണത്തൊഴിലാളി പെൻഷൻ കിട്ടിയിട്ടില്ല. 60 വയസ്സ് റിട്ടയർഡായി അന്ന് മുതലേ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ 2023 മെയ് മാസം മുതൽ ഇന്ന് വരെ ഈ പെൻഷൻ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. എന്നെപ്പോലുള്ള ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് ഈ മരുന്ന് മേടിക്കണം, ആഴ്ച മരുന്ന് മേടിക്കണം, മാസത്തിൽ ആശുപത്രിയിൽ പോകണം. ഇപ്പോൾ എനിക്കൊരു ഓപ്പറേഷൻ വന്നിരിക്കുകയാണ്. അതിന് പോലെ ഒരു പൈസ തന്നാൽ എൻ്റെ അത്യാവശ്യം വണ്ടിക്കൂലി എന്തെങ്കിലും നടക്കും. ഒരു ആശുപത്രിയിൽ ഞാൻ പോകണമെങ്കിൽ എനിക്ക് 500, 600, 1000 രൂപ വരെ എനിക്ക് വണ്ടിക്കൂലി ആകുന്നുണ്ട്, ഓട്ടോക്കൂലി. ഈയിടെ മെഡിക്കൽ കോളേജിൽ പോയി 1800 രൂപ ഞാൻ കൊടുക്കേണ്ടി വന്നു. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ നിൽക്കേണ്ടി വന്നു. ഒരു ബ്ലഡ് പരിശോധന, നമ്മുടെ മെഡിക്കൽ കോളേജ് ഇങ്ങനെയാണ്. ഒരു ബ്ലഡ് പരിശോധനയ്ക്ക് ഇത്രയും പൈസ സമയം എടുക്കേണ്ട കാര്യമുണ്ട്. ഇത് നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് പേരേ ഉള്ളൂ. നമ്മൾ ഏതൊരു മെഡിക്കൽ കോളേജിൽ പോയാലും കൃത്യമായിട്ടും അവരുടെ എല്ലാ ചെക്കപ്പിനും, ഡോക്ടറെ ചെക്കപ്പിനും അതായത് കൺസൾട്ടി ഫീസ് മാത്രമില്ല. ബാക്കി സർവ്വതിനും സീറ്റ് എടുക്കുന്നതിന് വരെ പാവപ്പെട്ടവനാണെങ്കിൽ അവന് പൈസ കൊടുക്കും. ഇങ്ങനെയുള്ള ഒരു നിലവാരമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഇന്നിപ്പോൾ ഇത് പ്രതിഷേധമായിട്ടാണ് ഈ ഓരോ കടകളും കയറി ഇറങ്ങി എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് മരുന്ന് വാങ്ങിക്കാനോ, അല്ലാതെ എനിക്ക് ചീട്ട് കളിക്കാനോ, കഥ കുടിക്കാനോ, പോകാതിരിക്കാനോ അല്ല. എനിക്ക് മെഡിസിൻ മേടിക്കണം, ഡോക്ടർമാരെ കുറിച്ച് തന്നെ മരുന്ന് മേടിക്കണം. 800 രൂപയുടെ മരുന്നാണ് തോമസിന് ഒരാഴ്ചയിൽ വേണ്ടത്. മാസം ലഭിച്ചിരുന്ന 1600 രൂപ പെൻഷൻ ദൈനംദിന ജീവിതത്തിന് വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ പെൻഷൻ മുടങ്ങിയതോടെ വലിയ പ്രതിസന്ധിയിലാണ് ഈ വയോധികൻ. ഒപ്പം നിരവധി ആനുകൂല്യങ്ങൾക്ക് അർഹനായ തോമസിന് അവയൊന്നും ലഭിക്കുന്നുമില്ല. ഇതിനെതിരെ പരാതിയുമായി വിവിധ സർക്കാർ ഓഫീസുകളിൽ ചെല്ലുമ്പോഴും യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് തന്റെ പ്രതിസന്ധി വെളിപ്പെടുത്തി ഓരോ വ്യാപാര സ്ഥാപനങ്ങളിലും ധനസഹായം അഭ്യർത്ഥിക്കുന്നത്. സർക്കാരിനും നീതി നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കുമെതിരെയുള്ള പ്രതിഷേധമാണെങ്കിലും ഇങ്ങനെ ലഭിക്കുന്ന തുകയാണിപ്പോൾ ചികിത്സയ്ക്കായി തോമസിന് ഉപകരിക്കപ്പെടുന്നത്. പെൻഷൻ നൽകാൻ സർക്കാർ തയ്യാറാകുന്നതുവരെ ധനസഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് തെരുവിലിറങ്ങുമെന്ന് തോമസ് പറയുന്നു. അയ്യപ്പൻകോവിലിൽ നിന്നും വാങ്ങിയ ഇറച്ചി പുഴുവരിച്ചതെന്ന പരാതി. മാട്ടുകെട്ട സ്വദേശി ചാലിൽ താഴെ സനീഷാണ് പുഴുവരിച്ച നിലയിലുള്ള ഇറച്ചി ലഭിച്ചതായി പരാതി ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മാട്ടുകെട്ട സ്വദേശിയായ ചാലിൽ താഴെ സനീഷ് 1 കിലോ പോത്തിറച്ചി വാങ്ങിയത്. എന്നാൽ വീട്ടിൽ ചെന്ന കവറിൽ നിന്നെടുത്തതോടെ ഇറച്ചി പുഴുവരിച്ച നിലയിൽ കാണുകയായിരുന്നു. ഉടൻ തന്നെ ഇറച്ചി വാങ്ങിയ കടയിൽ തന്നെ തിരികെ എത്തിച്ചു. മാർക്കറ്റിൽ നിന്ന് 1.5 കിലോ ഇറച്ചി മേടിച്ചതാണ്. അതിനകത്ത് ഞാൻ ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് ചെറിയ അത്യാവശ്യമുള്ളതുകൊണ്ട് മാട്ടുകെട്ടിക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ അത് ഞുറുക്കി കഴിയുമ്പോഴത്തേക്കും മൊത്തം പുഴുവായിരുന്നു അതിനകത്ത്. അപ്പോൾ ഞാൻ ഈ സാധനം കൊണ്ട് തിരിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കും അത് പറഞ്ഞത് മണിയനീച്ചയാണെന്ന് പറയുന്നത്. അത് മൊത്തം പുഴുവായിരുന്നു. അത് അറച്ചിട്ട് പോലും വയ്യ. അതും അറിയാതെങ്ങാനും മക്കളെങ്ങാനും ഞുറുക്കുന്നെങ്കിൽ അത് അറിയാതെ ഞുറുക്കി ഉണ്ടാക്കുമായിരുന്നെങ്കിൽ കഴിക്കുമായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം ഇന്ന് ആഴ്ചയിൽ കിടക്കേണ്ട അവസ്ഥയായിരുന്നു. എന്നിട്ട് തിരിച്ചത് കൊടുത്ത് അതിൻ്റെ വേറെ ഇറച്ചി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇറച്ചി വേണ്ട, എനിക്ക് അതിൻ്റെ പൈസ തന്നാമെന്നും പറഞ്ഞ് ആ പൈസ മേടിച്ചുകൊണ്ട് പോരുകയത്. തുടർന്ന് സംഭവത്തിൽ കടക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പിന് പരാതി നൽകിയിരിക്കുകയാണ് സനീഷും കുടുംബവും. അടിമാലി ടൗണിൽ BSNL ജംഗ്ഷന് സമീപത്തു നിന്ന് ആരംഭിച്ച കാംകോ റോഡിലേക്ക് എത്തുന്ന ബൈപ്പാസ് റോഡിൽ സുരക്ഷാവേലിയുടെ അഭാവം അപകട ഭീഷണിയാകുന്നു. ഈ ഭാഗത്തായിരുന്നു നാളുകൾക്ക് മുമ്പ് ബൈക്ക് അപകടമുണ്ടായി ഒരാൾ മരിച്ചത്. സുരക്ഷാവേലി ഇരിക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ ഇനിയെങ്കിലും ഉണ്ടാകണമെന്ന ആവശ്യം സമീപവാസികൾ ആവർത്തിക്കുന്നു. അടിമാലി ടൗണിൽ BSNL ജംഗ്ഷന് സമീപത്തു നിന്ന് ആരംഭിച്ച് കാംകോ റോഡിലേക്ക് എത്തുന്ന ബൈപ്പാസ് റോഡിലാണ് അപകടക്കെണിയുള്ളത്. ഈ റോഡിന്റെ ഒരു വശത്തുകൂടി കൈത്തോടൊഴുകുന്നുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനം റോഡിൽ നിന്ന് താഴേക്ക് പതിച്ചാൽ വലിയ അപകടം സംഭവിക്കും. ഈ ഭാഗത്തൊന്നും സുരക്ഷാവേലിയില്ല. ഇതിനൊപ്പമാണ് റോഡിലെ കലിങ്കിന് സമീപമുള്ള ഭാഗത്ത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത യാത്രക്കാർക്ക് വിനയാകുന്നത്. ചെറിയ ഒരു വളവോട് കൂടിയ ഭാഗത്താണ് കലിങ്കുള്ളത്. റോഡിനെ അപേക്ഷിച്ച് കലിങ്കിന് വീതി കുറവുണ്ട്. അതുകൊണ്ട് തന്നെ കലിങ്കിന്റെ വീതി കുറവും വളവും അറിയാതെ എത്തുന്നവർ റോഡിന്റെ തുറസായ ഭാഗത്തുകൂടി തോട്ടിലേക്ക് പതിക്കാൻ സാധ്യത നിലനിൽക്കുന്നു. ഇതുവരെ നമ്മുടെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്താണ് ഇവിടെ നമ്മുടെ പ്രിൻസ് സ്റ്റുഡിയോ നടത്തുന്ന പ്രിൻസ് ഇവിടെ വന്ന് ബൈക്കിൽ വന്ന് വീണത്. എന്നിട്ട് പോലും ഒരു നടപടി സ്വീകരിക്കുകയോ അവിടെ ഒരു പ്രൊട്ടക്ഷൻ വാളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യങ്ങൾ പോലും ഇതുവരെ ചെയ്തിട്ടില്ല.
കലുങ്കിന് സമീപം റോഡ് അവസാനിക്കുന്ന തുറസായ ഭാഗത്ത് സുരക്ഷാ വേലി സ്ഥാപിച്ചാൽ അപകട സാധ്യത കുറയ്ക്കാം. രാത്രികാലത്തെ വെളിച്ചക്കുറവും അപകട സാധ്യത ജനിപ്പിക്കുന്നു. വടവും കലുങ്കിന്റെ വീതിക്കുറവും സൂചിപ്പിച്ച മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ബന്ധപ്പെട്ടവരുടെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. എക്സൈസ് വിമുക്തി മിഷന്റെയും ജില്ലാ വനിതാ ശിശു വികസന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ ജില്ലയിലെ സ്കൂളുകളിലെ കൗൺസിലേഴ്സിനായി ലഹരി ആശ്രയത്വ രോഗത്തെ അടിസ്ഥാനമാക്കി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കൊക്കോ ലൈഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്ടിന്റെ സഹകരണത്തോടെ ഇടുക്കി കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് പരിപാടി നടത്തിയത്. മൊണ്ടേലിസ് ഇന്ത്യ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സാമൂഹ്യ പ്രതിബദ്ധതാ വിഭാഗമായ കൊക്കോ ലൈഫിന്റെ സാമ്പത്തിക സഹകരണത്തോടെയും അഫ്പ്രോ എന്ന സന്നദ്ധ സംഘടന വഴി നടപ്പിലാക്കുന്ന കൊക്കോ ലൈഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്ടിന്റെ സഹകരണത്തോടെയുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇടുക്കി കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു ജില്ലയിലെ സ്കൂളുകളിലെ കൗൺസിലേഴ്സിനായി ലഹരി ആശ്രയത്വ രോഗത്തെ അടിസ്ഥാനമാക്കി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ഓഫീസർ ഗീതാകുമാരി പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ആർ ജയചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്റർനാഷണൽ ട്രെയിനർ ഫ്രാൻസിസ് മുത്തേടൻ ക്ലാസ് നയിച്ചു. ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് റിയാസ്, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ നിഷ VI, വിമുക്തി മിഷൻ കോർഡിനേറ്റർ ഡിജോ ദാസ്, അഫ്പ്രോ ജില്ലാ കോർഡിനേറ്റർ സ്റ്റെഫി എബ്രഹാം, ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർമാരായ ജോമറ്റ് ജോർജ്, കിരൺ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചിയാർ ലബക്കട JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കട്ടപ്പന ട്രാഫിക് പോലീസ് യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ നിയമങ്ങളെപ്പറ്റി ക്ലാസുകൾ നയിച്ചു. കട്ടപ്പന ട്രാഫിക് പോലീസ് സബ് ഇൻസ്പെക്ടർ ബിജു ടി, സീനിയർ CPO S അനീഷ് കുമാർ എന്നിവർ ഗതാഗത സംവിധാനങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്നും സുരക്ഷയുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നിയമങ്ങളെപ്പറ്റിയും ക്ലാസുകൾ നയിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും നൽകി. ആ വണ്ടി റോഡിനപ്പുറം ഇടതുവശത്ത് വരുമ്പോൾ നമ്മുടെ സൈഡിൽ കൂടെ അവർക്കും കൃത്യമായിട്ട് നമ്മളെ കാണാൻ പറ്റും, നമുക്കും കൃത്യമായിട്ട് വാഹനം കാണാൻ പറ്റും. ഇട സൈഡിൽ കൂടെ പോകുന്ന വാഹനം ഇട സൈഡിൽ കിടന്ന് അവരവരുടേതായ രീതിയിൽ പൊക്കോളും. അപ്പോ വാഹനം ഓടിക്കേണ്ടപ്പോൾ ഏത് സൈഡിൽ കൂടെ ഇടതുവശത്ത് പോകും. കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ V, വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് ചക്കാലയിൽ CST എന്നിവർ റോഡ് സുരക്ഷാ ബോധവൽക്കരണ സെമിനാറിന്റെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിച്ചു. കോഡ് ഓഫ് കണ്ടക്ട് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സെമിനാറിന് പ്രോഗ്രാം കോർഡിനേറ്റർ തോംസൺ ജോസഫ് നേതൃത്വം നൽകി. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു. കുട്ടികളുടെ വായനാശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തിയത്. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബുക്ക് മാർക്കറ്റിന്റെ നേതൃത്വത്തിലാണ് കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിൽ 4 ദിവസത്തെ പുസ്തക പ്രദർശനവും വിൽപ്പനയും നടത്തിയത്. കുട്ടികൾക്ക് വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന് പ്രദർശനം കൊണ്ട് കഴിഞ്ഞതായി ഹെഡ് മാസ്റ്റർ ബിജുമോൻ ജോസഫ് പറഞ്ഞു. ഒരു മാസക്കാലം കുട്ടികൾ സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി വായിക്കുകയും അതുപോലെ അസംബ്ലിയിലെ നിരവധി പരിപാടികൾ വായനയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ലാസ് ലൈബ്രറികൾ രൂപീകരിക്കുകയും ക്ലാസ് ലൈബ്രറികളിൽ ഓരോ കുട്ടിയും അംഗമായി ചേർന്നുകൊണ്ട് അവർ നിരവധി പുസ്തകങ്ങൾ വായിക്കുകയും അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും കൂട്ടായ ആലോചനയുടെ ഭാഗമായിട്ട് ഒരു പുതിയ പദ്ധതി എന്ന നിലയിൽ കുട്ടികൾക്ക് പുതിയ പുസ്തകങ്ങൾ പരിചയപ്പെടുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും വേണ്ടി, ഒപ്പം അത് വായിക്കുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ട ആസ്വാദനക്കുറിപ്പുകൾ തയ്യാറാക്കുന്നതിനും വേണ്ടിയിട്ട് കേരള സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ബുക്ക് മാർക്കിൻ്റെ ഒരു പ്രദർശനം അതോടൊപ്പം വിപണനവും നമ്മുടെ സ്കൂളിൽ 4 ദിവസങ്ങളിലായിട്ട് നടന്നു വരികയായിരുന്നു. നമ്മുടെ സ്കൂളിൽ ഏതാണ്ട് 2000-ഓളം കുട്ടികൾ ഈ പ്രദർശനം കാണുകയും ഈ പ്രദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിരിക്കുന്ന നിരവധി പുസ്തകങ്ങൾ അവർ സ്വന്തമായിട്ട് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. പുസ്തകങ്ങൾ വാങ്ങിക്കാനായിട്ടും അത് വായിക്കാനായിട്ടുമുള്ള ഒരു വലിയ അഭിപ്രേരണയാണ് ഈ ഒരു പദ്ധതിയിലൂടെ കുട്ടികളിലുണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ ഈ പുസ്തകങ്ങൾ വായിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ തയ്യാറാക്കുന്ന ആസ്വാദന കുറിപ്പുകൾക്ക് ഒരു സമ്മാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് UP വിഭാഗത്തിനും ഹൈസ്കൂൾ വിഭാഗത്തിനും പ്രത്യേകമായിട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 100 കണക്കിന് പുസ്തകങ്ങളാണ് മേളയിൽ ഒരുക്കിയത്. കുട്ടികൾക്ക് പുസ്തകങ്ങൾ വായിക്കുന്നതിനും വാങ്ങുന്നതിനും സാധിച്ചെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇവിടെ കേരള സ്റ്റേറ്റ് ബുക്ക് മാർക്ക് കേരള സർക്കാർ സ്ഥാപനം നടത്തുന്ന എല്ലാ ബുക്കുകളുടെ പ്രദർശനം ഇവിടെയാണ്. ഇവിടെ എനിക്കിഷ്ടപ്പെട്ടത് ബൈബിൾ കഥകളാണ്. ബൈബിളിലെ എല്ലാ കഥകളും ഇവിടെ പറയുന്നുണ്ട്. റോണി ദേവസ്യ എഴുതിയ ഒരു ബുക്കാണിത്. നല്ല കഥകളും നല്ല ബൈബിളിലത്തെ എല്ലാ വിശദീകരണവും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്.
4 ദിവസം കൊണ്ട് സ്കൂളിലെ 2000-ഓളം കുട്ടികളും അധ്യാപകരും പുസ്തകമേള സന്ദർശിച്ചു. വരും നാളുകളിലും പരിപാടി സംഘടിപ്പിക്കാനാണ് സ്കൂൾ അധികൃതർ ലക്ഷ്യം വെക്കുന്നത്. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ലിമിറ്റഡും ഇന്ത്യയിലെ മികച്ച കീടനാശിനി കയറ്റുമതി കമ്പനിയായ എയിംകോ പെസ്റ്റിസൈഡ് ലിമിറ്റഡും സംയുക്തമായി വണ്ടൻമേട്ടിൽ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു. ഉന്നത ഗുണനിലവാരമുള്ള കീടനാശിനികളുടെ ഉൽപ്പാദകരും വിതരണക്കാരുമായ എയിംകോയുടെ കേരളത്തിലെ വിതരണക്കാരാണ് മാസ് എന്റർപ്രൈസസ്. പെസ്റ്റിസൈഡ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഫോർമുലേറ്റഡ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് പ്രദീപ് ദവായിയാണ് കമ്പനിയുടെ ചെയർമാൻ. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കീടനാശിനികൾ 35 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു വരുന്നു. എയിംകോ പെസ്റ്റിസൈഡ്സ് ലിമിറ്റഡ് വാസ് സ്റ്റാർട്ടഡ് ബൈ മൈ ഗ്രാൻഡ്ഫാദർ ആൻഡ് ഫാദർ. ഇറ്റ് ഈസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. We started as a formulation company selling our brands in the state of Maharashtra, and then we started expanding all over the country. Later on we started setting up a manufacturing plant. For our first product was chlorpyrifos, and after successful implementation of that project we started manufacturing several other new insecticides, herbicides, active ingredients in the new plants, and started exporting our products all over the world, taking registrations on our product. North America, South America, Australia, Europe, Southeast Asia, many countries, almost 36 countries we are exporting our product. നിരവധി ഏലം കർഷകരും വിതരണക്കാരും പങ്കെടുത്ത കസ്റ്റമർ മീറ്റിൽ കമ്പനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആഷിത് ദവെ മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിലുള്ള പ്ലാന്റേഴ്സിന് മെയിൻലി നമ്മുടെ കാർഡമം ബെറ്റിലുള്ളട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എയിംകോ എന്ന് പറയുന്നത് സാർ പറഞ്ഞു, ഒരു പേര് കേട്ട ഒരു കമ്പനിയാണ്. അവർ ടെക്നിക്കൽ മാനുഫാക്ചേഴ്സ് ആയതുകൊണ്ട് അവരുടെ ബ്രാൻഡ് നെയിം ഇവിടെ അത്ര പോപ്പുലർ അല്ല. പക്ഷേ അവർ എക്സ്പോർട്ട്സ് ആയിരുന്നു ചെയ്തിരുന്നത്. ഇപ്പം നമ്മളിങ്ങനെ ഒരു കമ്പനിയായിട്ട് ടൈപ്പായിട്ട് നമ്മൾ അവരുടെ പ്രൊഡക്ട്സ് ഈ കേരള ബെൽറ്റിലോട്ട്, നമ്മുടെ കാർഡമം ബെൽറ്റിലോട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. സോ നിങ്ങൾക്കെല്ലാവർക്കും എപ്പോഴും മാസ് ഒരു ബേസിക്കലി ഒരു ഫാമർ അല്ലെങ്കിൽ ഒരു പ്ലാന്റർ തന്നെയാണ് എപ്പോഴും. അത് ഒരു കൃഷിക്കാരൻ്റെ അതേ ഇതാണ് മാസിനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എപ്പോഴും കൃഷിക്കാരോട് കൂടെ തന്നെ ആയിരിക്കും ഞങ്ങൾ എന്നുമുള്ളത് ഓരോ നമ്മുടെ കാര്യങ്ങളും. അതുകൊണ്ട് നമ്മുടെ എന്താണേലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഓരോ പ്രൊഡക്ട്സും, ഇപ്പം ഞങ്ങൾ പറയും നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് ഫാക്ടറിയിൽ നിങ്ങൾക്ക് വേണോ നിങ്ങൾ പോയി അവിടെ നിന്ന് അരച്ചോ. കാരണം അത്രയ്ക്ക് ഞങ്ങളുടെ ഓരോ ഫാക്ടറികളും അത്രയ്ക്ക് ഓപ്പണാണ്. നമ്മൾക്കൊന്നും മറച്ചു വെക്കാനില്ല. അവിടെ പക്ക വേപ്പിൻ പിണ്ണാക്ക്, വേപ്പിൻ്റെ കുരു എടുത്ത് നമ്മൾ അരച്ച് നിങ്ങളുടെ ചായക്ക് പാക്ക് ചെയ്ത് തരുന്നു, അതേ ഉള്ളൂ. കമ്പനി ഡയറക്ടർ ഷെയിൽ ദവേ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ രാജേന്ദ്ര ഗോഡേക്കർ, മാസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻജോ ജോസ്, റിട്ടയേർഡ് ജോയിന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ എം ലീലാകൃഷ്ണൻ, ആർ മോഹൻദാസ്, രാജൻ സാത്തി, ടോം തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കർഷകരുടെ സംശയങ്ങൾക്ക് രാജേന്ദ്ര ഗോഡേക്കറും ലീലാകൃഷ്ണനും മറുപടി നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പെരുമഴക്കാലം ഇടുക്കിക്ക് സമ്മാനിക്കുന്ന ചില കാഴ്ചകളുണ്ട്. മലനിരകളെ കീറി മുറിച്ച് താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടങ്ങളുടെ കാഴ്ചകൾ. ഗ്യാപ് റോഡിന്റെ മനോഹാരിതയ്ക്ക് കൂടുതൽ അഴകേകി പതഞ്ഞൊഴുകുന്ന ജലപാതങ്ങളുടെ കാഴ്ചകൾ ആസ്വദിക്കാം. ഗ്യാപ് റോഡിലൂടെയുള്ള മഴക്കാല യാത്രകൾ ആശങ്കകളുടേത് കൂടിയാണ്. മണ്ണിടിച്ചിൽ ഭീതി മൂലം പലപ്പോഴും മഴക്കാല യാത്ര നിരോധിക്കാറുണ്ട്. എന്നാൽ പെരുമഴ മാറുമ്പോൾ ഗ്യാപ് റോഡ് കൂടുതൽ മനോഹരിയാകും. തേയിലച്ചെരുവുകളെ തഴുകിയിറങ്ങുന്ന കോടമഞ്ഞിനൊപ്പം വെള്ളച്ചാട്ടങ്ങളും വിരുന്നെത്തും. സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നത് പവർ ഹൗസ് വെള്ളച്ചാട്ടമാണ്. കൂടാതെ ചെറുതും വലുതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങളാണ് ദേവികുളം മുതൽ ആനയിറങ്കൽ വരെയുള്ള ഭാഗങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ളത്.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനി ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 120, വിൽപ്പനയ്ക്ക് വന്നത് 23,412, വിൽപ്പന നടന്നത് 22,328, കൂടിയ വില 2,740, ശരാശരി വില 2,245. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 640 രൂപ, ഏലം കൂടിയ വില 2,250, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പൂ 975, കൊക്കോ 80, റബ്ബർ 200. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,300 രൂപ, വെള്ളി 89. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. അടിമാലി കുരിശുപാറ കല്ലാർവാലി കാർഡമം എസ്റ്റേറ്റിൽ സംഘർഷം. 3 തൊഴിലാളികൾക്ക് വടിവാളിന് വെട്ടേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരം. സംഘർഷത്തിൽ കലാശിച്ചത് മാനേജ്മെന്റുകൾ തമ്മിലുള്ള തർക്കം. അടിമാലിക്ക് സമീപം യുവാവിനെ കാറിൽ കയ്യും കഴുത്തും ബന്ധിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമം. പരിക്കേറ്റ കുഞ്ചിത്തണ്ണി ഉപ്പാർ മേപ്പുതുശ്ശേരി വീട്ടിൽ സുമേഷ് സോമനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുമേഷിനെ ആക്രമിച്ചത് ഒപ്പം താമസിച്ചിരുന്ന യുവതി നൽകിയ കൊട്ടേഷൻ ഏറ്റെടുത്ത സംഘം എന്ന തരത്തിൽ ചർച്ചകൾ സജീവം. തൊടുപുഴ നഗരസഭാ ടൗൺ ഹാളിൽ വനിതാ കമ്മീഷൻ ജില്ലാതല അദാലത്ത് നടന്നു. തൊഴിൽ സ്ഥലത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇന്റേണൽ കമ്മിറ്റി എല്ലാ സ്ഥാപനങ്ങളിലും രൂപീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി. രാജകുമാരി മുള്ളൻകണ്ട് മലനിരകളിൽ വ്യാപക കയ്യേറ്റം. റവന്യൂ ഭൂമി കയ്യേറി കോട്ടേജുകളും കെട്ടിടങ്ങളും നിർമ്മിച്ചു. സ്വിമ്മിംഗ് പൂളിനായുള്ള നിർമ്മാണവും പുരോഗമിക്കുന്നതായി കണ്ടെത്തൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.